എൻ്റെ പേര് ബിന്ദു. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് നിന്ന് വരുന്നു. 2022 മെയ് മാസം 11-ാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ഇടത് കാലിന് ചിരട്ട നഷ്ടപ്പെട്ട്. ആ സമയത്ത് എൻ്റെ ഇളയ മോള് എൻജിനീയറിംഗ് റാങ്ക് ഹോൾഡറായിട്ട് വന്നിട്ട് സിവിൽ സർവീസിന് ഡൽഹി പഠിക്കാൻ പോയി നിൽക്കുന്ന സമയമാണ്. അതെല്ലാം ഒരു സുനാമി വന്ന പോലെ എല്ലാം നഷ്ടപ്പെട്ട്, കിടക്കാടം നഷ്ടപ്പെട്ട്, മോളെ പഠിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ട്, അതിലേറെ എൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട് ഞാൻ ആരോടെയും മിണ്ടാതെയും ഞാൻ വേറൊരു ലോകത്തിലോട്ട് പോയി. എന്നെ കൊണ്ട് ഇനിയൊന്നും കൊള്ളില്ല എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കൊരു ചെറുകുട്ടിയെ, മൂത്ത മോക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിൻ്റെ കളിയിലും ചിരിയിലും ഒന്നും എനിക്ക് അതിനെടുക്കാനോ ഒന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ കരയുക മാത്രമാണ് ചെയ്തത്. നിറച്ച് 30 മാസം ഞാൻ കരയുകയേ ചെയ്തിട്ടുള്ളൂ, ചിരിച്ചിട്ടില്ല. ചിരിക്കാൻ ഞാൻ മറന്നുപോയി. എൻ്റെ മക്കൾ ചോദിക്കുമായിരുന്നു, അമ്മയ്ക്ക് ചിരിക്കാൻ അറിയില്ലേന്ന്. വീട്ടിലൊരു ഉത്തരവാദിത്തങ്ങളിലും ഞാൻ പങ്കെടുക്കില്ല. ഞാൻ അങ്ങനെ ഒരാളെ അല്ലായിരുന്നു. അത് കഴിഞ്ഞ് മോള് ആ ഒരു സാഹചര്യത്തിൽ വീട്ടിലെ അവസ്ഥ കേടുകൊണ്ട് മോൾ ഒരു സ്റ്റാർബക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് അവൾ അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്നിലെ അമ്മ തകർന്നു പോയി. കാരണം അവൾ സിവിൽ സർവീസ് 2 വർഷത്തിനകത്ത് അവൾ IAS എടുത്ത് വരേണ്ട മോളാണ്. അത്രയ്ക്കും കപ്പാസിറ്റി ഉള്ള മോളായിരുന്നു. പക്ഷേ അവൾ പതറിയില്ല. അവൾ ആ ജോലിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ വീട്, ഹസ്ബൻഡ് ഓട്ടോ ഓടിച്ചിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് 50,000-ന് പുറത്ത് കമ്മീഷൻ കിട്ടുന്ന ഈ ജോലികളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് മരണത്തിന് മാത്രം ആശ്രയിച്ച്. ഇനി മരണം മാത്രമേ ഉള്ളൂ. 3-4 പ്രാവശ്യം അതിന് ശ്രമിച്ചു. നാലാമത്തെ അറ്റംപ്റ്റിൽ നിന്നും മക്കളെ തിരിച്ച് രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നഷ്ടപ്പെട്ടതെല്ലാം പൊയ്ക്കോട്ടെ, ഞങ്ങൾക്ക് അമ്മ മാത്രം മതിയെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഇളയ മോള് വീണ്ടും സ്വീഡനിലോട്ട് പോകാനായിട്ട്, എന്തായാലും സിവിൽ സർവീസിന് പോകത്തില്ല, സ്വീഡനിലോട്ട് പോകാനായിട്ട് അവൾ അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് വീണ്ടും ഞാൻ പതറി. കാരണം ഒരു പൈസയും ഇല്ല. ആ ഒരു പൈസയും ഇല്ലായിരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് പോകാൻ പറ്റാതെ വന്നാൽ അത് നിരാശയാണല്ലോ. അപ്പോൾ വീണ്ടും പതറിയിട്ട് വീണ്ടും അതിനേക്കാളും മോശകരമായ ഒരവസ്ഥയിലോട്ട് ഞാൻ പോകുന്നു. പക്ഷേ അവൾ ദൃഢമായിട്ട് നിന്നു. അങ്ങനെ ഈ സങ്കടകരമായ അവസ്ഥയിൽ ഒരു രാത്രിയിൽ ഞാൻ എപ്പോഴും നോർമലല്ല, എനിക്കറിയാം ഞാൻ അബ്നോർമലാണ്. ചില സമയത്ത് എനിക്ക് ഫുൾ ബോധം വരും, എൻ്റെ അവസ്ഥയും എല്ലാം എനിക്ക് വരും. ആ സമയത്ത് ഒരു രാത്രി 2 മണിക്ക് എൻ്റെ ഒരു ടീച്ചർ, ഒരു നായർ സ്ത്രീയാണ്, ഞാനൊരു ഹിന്ദുവാണ്, അവർ ഭയങ്കരമായിട്ട് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരാളാണ്, അവരെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു, ഞാൻ ഫോൺ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കൃപാസനത്തിൽ ഒരു ലിങ്ക് എനിക്ക് ഒരു കുട്ടി അയച്ചേക്കുന്നു. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാതാവിനെയാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു ഹിന്ദു സ്ത്രീയുടെ സാക്ഷ്യം. അതിനിടയിൽ വീണ്ടും മാതാവിനെ കാണിച്ചപ്പോൾ ബിന്ദു കരയുന്ന രൂപമാണ് ഞാൻ പിന്നെ കാണുന്നത്. മാതാവിനെ ഞാൻ പിന്നെ കാണുന്നേ ഇല്ല. ബിന്ദു